അപകടമുണ്ടായ ആ ഒരു നിമിഷം ഇനി മക്കളെ കാണാനാകില്ല എന്ന് ഉറപ്പിക്കുകയായിരുന്നു ബൽരാജും ഭാര്യ കൂടമാളും. പക്ഷെ എന്നും വിളക്ക് വെച്ച് തൊഴുന്ന തമിഴ് ജനതയുടെ ഇഷ്ടദൈവം മുരുകൻ, പഴനിമല മുരുകൻ കൈപിടിച്ച് തിരികെ ജീവിതത്തിലേക്ക് ഉയർത്തി എന്ന് വിശ്വസിക്കുകയാണ് ബൽരാജും ഭാര്യ കൂടമാളും. ദുരന്തം നടന്നതിന്റെ അക്കരെയുള്ള മീനാക്ഷി എസ്റ്റേറ്റിലെ തൊഴിലാളികളാണ് ബൽരാജും ഭാര്യ കൂടമാളും. ഇന്നലെ കനത്ത മഴയായിരുന്നു. അത് കാരണം രണ്ടാൾക്കും പണിയുണ്ടായിരുന്നില്ല. മക്കൾ രണ്ടുപേരും തൊട്ടടുത്ത സ്കൂളിൽ പോയി. രാവിലെ 11 മണിയായപ്പോൾ സാധനങ്ങൾ വാങ്ങാൻ മേപ്പാടിയിലേക്ക് വരികയായിരുന്നു ദമ്പതികൾ. ദുരന്തം നടന്ന കള്ളാടി ബസ് സ്റ്റോപ്പിന് സമീപം എത്തിയപ്പോഴാണ് വലിയ ശബ്ദത്തോടെ മണ്ണിടിഞ്ഞിറങ്ങിയത്. സമീപത്തായുള്ള ലോറി അടക്കം ഒലിച്ചു വന്നു. കൂടമാൾ ചെളിയിൽപ്പെട്ടു. ബൽരാജിന്റെ തലയിലേക്കും മണ്ണിടിച്ചിറങ്ങി. ബൽരാജ് രക്ഷപ്പെട്ട് പുറത്തെത്തിയപ്പോൾ ഭാര്യയുടെ കൈ മാത്രമാണ് പുറത്തുള്ളത്. പളനി മുരുകന്റെ കടാക്ഷം കൊണ്ടാകണം അവളെ എനിക്ക് തിരിച്ചു കിട്ടിയെന്ന് ബൽരാജ് പറയുന്നു. മക്കൾക്ക് അച്ഛനും അമ്മയും ബാക്കിയായി. എല്ലാം മുരുകന്റെ കടാക്ഷമെന്ന് വീണ്ടും ബൽരാജ്. ഇരുവരെയും സ്വകാര്യ മെഡിക്കൽ കോളേജിലേക്കാണ് കൊണ്ടുപോയത്. നിസ്സാര പരിക്കായതിനാൽ വൈകിട്ടോടെ വീട്ടിലേക്ക് വിട്ടു. ഞാനും ഭാര്യയും മേപ്പാടി ടൗണിൽ വന്നതാണ്. ബസ് സ്റ്റോപ്പിലിരുന്ന് മുകളിലേക്ക് നോക്കുമ്പോഴാണ് കുന്ന് ഇടിഞ്ഞു വരുന്നത് കണ്ടത്. ചെറിയ തോതിൽ ശബ്ദവും കേട്ടിരുന്നു. ഉടനെ ഭാര്യയുടെ കൈപിടിച്ച് ഓടുന്നതിനിടെയാണ് മണ്ണൊലിച്ചു വന്നത്. ലോറി ഒലിച്ചു വരുന്നത് ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ല. ലോറിക്കടിയിൽ നിന്ന് കഷ്ടിച്ചാണ് രക്ഷപ്പെട്ടത്. മക്കളെ ഇട്ടേച്ച് പോയി എന്നാണ് വിചാരിച്ചത്, ഇരുവരും പറയുന്നു. കുടമാളിന് നേരിയ പരിക്കേറ്റതായും ബൽരാജ് പറഞ്ഞു. മീനാക്ഷിപുരം എസ്റ്റേറ്റിലെ ഏലം തൊഴിലാളികളാണ് തമിഴ്നാട് സ്വദേശികളായ ഇരുവരും. ദീർഘനാളായി വയനാട്ടിലാണ് താമസം. എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ മാത്രമാണ് മേപ്പാടിയിലേക്ക് വരാറുള്ളത്. കഴിഞ്ഞ ദിവസം ബാങ്കിൽ പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നതിനാലാണ് മേപ്പാടിയിൽ എത്തിയത് എന്ന് ബൽരാജ് പറഞ്ഞു. രക്ഷപ്പെട്ടു എന്ന് ഇപ്പോഴും വിശ്വസിക്കാൻ സാധിക്കുന്നില്ല എന്നും ഇത് തങ്ങളുടെ രണ്ടാം ജന്മമാണ് എന്നും ഇരുവരും പറയുന്നു. അതേസമയം കനത്ത മഴയ്ക്കിടെ വയനാട് കള്ളാടിയിൽ തുരങ്കപാതയുടെ പദ്ധതി പ്രദേശത്തിന് സമീപം മണ്ണിടിഞ്ഞ് മരിച്ചവരുടെ എണ്ണം 5ആയി. തുരങ്കപാതയ്ക്ക് നിർമ്മിച്ച കോൺക്രീറ്റ് ഭിത്തി മണ്ണിടിച്ചിലിൽ തകർന്നു. മണ്ണിനടിയിൽ കുടുങ്ങിയ 6 പേരെ രക്ഷപ്പെടുത്തി ആശുപത്രിയിലേക്ക് മാറ്റി. 7 പേരെ കാണാനില്ല എന്നാണ് വിവരങ്ങൾ. ഇവർ മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്നതായാണ് സംശയം. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. രക്ഷാപ്രവർത്തനത്തിനിടെ മേപ്പാടി SIക്കും പരിക്കേറ്റു. ഇദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്നലെ മുതൽ അതിതീവ്ര മഴയാണ് വയനാട്ടിൽ. കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് റെഡ് അലർട്ടാണ്. തുരങ്കപാതയുടെ നിർമ്മാണം നടക്കുന്ന മീനാക്ഷി പാലത്തിന് സമീപമാണ് മണ്ണിടിച്ചിലുണ്ടായത്. കനത്ത മഴ കാരണം നിർമ്മാണ ജോലികൾ കഴിഞ്ഞ ദിവസം നിർത്തിവെച്ചിരുന്നു. പ്രദേശത്തുണ്ടായിരുന്നവരാണ് മണ്ണിനടിയിൽ കുടുങ്ങിയത്. വാഹനങ്ങളും മണ്ണിനടിയിൽ കുടുങ്ങി. അഗ്നിരക്ഷാസേന അടിയന്തര രക്ഷാപ്രവർത്തനം ആരംഭിച്ചു. ദുരന്ത നിവാരണ സേനാംഗങ്ങൾ പ്രദേശത്തേക്ക് തിരിച്ചു. തിങ്കളാഴ്ചയും ചൊവ്വാഴ്ച പുലർച്ചെയും ഈ മേഖലയിൽ കനത്ത മഴയായിരുന്നു. നിർമ്മാണ മേഖലയിൽ ഉൾപ്പെടെ അതീവ ജാഗ്രത പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് മണ്ണിടിച്ചിലുണ്ടായത്. വിദ്യാലയങ്ങൾക്ക് ഇന്ന് ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു. എല്ലാ വിദ്യാലയങ്ങൾക്കും അവധി ബാധകമാണ്. റെഡ് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും ജില്ലാ കളക്ടർ പറഞ്ഞു. പുഴയിലോ വെള്ളക്കെട്ടിലോ കുളിക്കാൻ ഉൾപ്പെടെ ഇറങ്ങാൻ പാടുള്ളതല്ല. അത്യാവശ്യമില്ലാത്ത യാത്രകൾ ഒഴിവാക്കാൻ ശ്രദ്ധിക്കണമെന്നും കളക്ടറുടെ അറിയിപ്പ്. ന്യൂസ് ഡെസ്ക് കർമ്മൻസ്.